ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പക്ഷേ നമ്മളെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞല്ലേ. പക്ഷെ പറഞ്ഞപ്പോൾ വീണ്ടും തെറ്റിപ്പോയിട്ടോ. ഞാൻ ഒരു സ്വാഗതം പറഞ്ഞില്ല, എന്നാൽ വീണ്ടും സ്വാഗതം പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാം, നമ്മുടെ ധ്യാനൂസിന് ഒരു ചെറിയ സർപ്രൈസ് നമ്മൾ കൊടുക്കാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ കാര്യങ്ങളൊക്കെ തുറന്നില്ല, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട്, നേരത്തെ രാവിലെ ഞാനും നിത്യവും പിന്നെ അച്ഛൻ്റെ ഏട്ടൻ്റെ എൻ്റെ മോൻ ബിജു ചേട്ടനും കൂടിയിട്ട് നേരെ നമ്മൾ ഓർക്കാട്ടിൽ പോയി സാധനമെല്ലാം വാങ്ങി നമ്മളെ വീട്ടിൽ കൊണ്ടാച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയാവാനായി. അപ്പോൾ ഇപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ധ്യാനൂസിനെ കൂട്ടാൻ വേണ്ടി പോകുന്ന കേട്ടോ. അപ്പോൾ ധ്യാനൂസിന് സ്കൂൾ വിട്ടിട്ടുണ്ട്, 3 മണി നമുക്ക് സ്കൂൾ വിടും. അപ്പോൾ സ്കൂളല്ല, സോറി, UKG അല്ലേ. സത്യം പറയാം, എനിക്ക് LKG ആണ് UKG ആണ് എന്നോർക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തിനും UKG മാറിപ്പോന്ന. അപ്പോൾ UKG അത് 3 മണി നമുക്ക് വിടും കേട്ടോ. അപ്പോൾ 4 മണി ആവാനായിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവൻ്റെ ആദ്യം അവൻ്റെ ഫസ്റ്റ് ട്രിപ്പ് LKG കുട്ടികളെ തന്നെ എടുക്കൽ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രിപ്പ്, സെക്കൻഡ് ട്രിപ്പ്, അതായത് LKG കുട്ടികൾ എടുക്കുന്ന ഇപ്പോൾ 2ാമത്തെ ട്രിപ്പിലാണ്. അതുകൊണ്ടല്ല നേരം പോകുന്നത്. ഇല്ലെങ്കിൽ 3:10 നമുക്ക് ഇവിടെ എത്തുന്നതിനും ഇവിടെ അടുത്ത് തന്നെ സ്കൂള് 3:45 ഇപ്പൊ 4:30 കഴിയും എത്താൻ. ഫസ്റ്റ് ട്രിപ്പ്, സെക്കൻഡ് ട്രിപ്പ്, ഫസ്റ്റ് ട്രിപ്പും എടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ അവനെ കൂട്ടാൻ വേണ്ടി പോകുന്നതാണ്. സമയം പോയി. അപ്പൊ ഞാൻ ഇട്ടാ അടുത്ത ഏറ്റവും വലിയ ടാസ്ക് ആണെന്നറിയാം. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കല കേട്ടോ. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ്. അവിടെ പണിസ്ഥലത്ത് മഴയത്ത് വെച്ചിട്ട് ഇന്നലെ ഇവിടെ മഞ്ഞ ഷീറ്റായിരുന്നു മാറ്റണേ, എന്തോ ഒരു വൃത്തികേട് പോലെ ഉണ്ട് അവിടെ. അപ്പൊ ഇത് സ്റ്റാർട്ടാക്കുക നന്നുണ്ടല്ലോ, കുറച്ച് പണിയുള്ള പരിപാടി. ഇനി ഇത് എത്ര അടിക്ക് സ്റ്റാർട്ടാവുന്ന പറയുന്നത്? 5-6 അടി. 5-6 അടി. ചിലപ്പോ ഇത് നന്നാക്കിയത് കൊണ്ടോ അങ്ങനെ കൊണ്ട് 1-2 അറിയില്ല, അല്ലെങ്കിൽ 5-6. ഇത് എത്ര റെഡിയാക്കിയിട്ടും സ്റ്റാർട്ടിങ് ഒരു റെഡിയാവുന്നില്ല കേട്ടോ. പെട്രോൾ തുറന്ന് സംഭവം ABR റെഡിയാണ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇത് സ്റ്റാർട്ടിങ് ഒരു ഭയങ്കര കളിയാണ്. 2 5 അടിയാ പറഞ്ഞത്. 6 3 4 5. ഓ എന്നാലും 5 ആയില്ലേ? 5-6 ഞാൻ പറഞ്ഞേ. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റഡി ടേബിൾ വാങ്ങാൻ വേണ്ടി ഓർക്കാട്ടിലുള്ള ഷോപ്പിലോട്ട് വന്ന്. അപ്പോൾ ഇവിടെ സെറ്റാക്കി വെച്ച് പെൺകുട്ടികളാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത് ഇനി സെറ്റാക്കി തരാൻ നമുക്ക് ധ്യാനൂസിന് വേണ്ട സ്പൈഡർമാൻ്റെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്പൈഡർമാൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അവർ വേറെ പുതിയ ബോക്സ് ഒന്ന് എടുത്തിട്ട് സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് സെറ്റായി തരുന്നുണ്ട്. ഇങ്ങനെ സെറ്റായി തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ജിത്തി ഇങ്ങനെ ഇതാ അവിടെ വിൽക്കാൻ വെച്ച സോഫേൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് വെയിറ്റിങ്ങിലാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കളിക്കുന്നു. സ്പൈഡർമാൻ ഇതാ അടിപൊളി സ്പൈഡർമാൻ കേട്ടോ, നല്ല അടിപൊളി സ്പൈഡർമാൻ്റെ സ്റ്റഡി ടേബിള്. ഇനിയിപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ധ്യാനൂസ് സ്കൂൾ വിട്ട് വരുന്നേക്കും നമുക്കവന് സർപ്രൈസ് ആയിട്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ തിരിച്ച് വരുന്ന സമയത്തൊക്കെ കാണുന്ന സമയത്ത് അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ള അറിയില്ല. അപ്പോൾ ഏതാണ്ട് ഫുള്ള് സെറ്റായിട്ടോ. ഇനി ചെറിയൊരു ഭാഗം കൂടിയാണ് സെറ്റാക്കാനുള്ളൂ. ഈ ഒരു ഭാഗം കൂടി സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, നേരെ നമ്മളെ വണ്ടി കയറ്റി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 2,200 കേട്ടോ. നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചേട്ടൻ്റെ ബിജി ചേട്ടനാണ്. അപ്പോൾ വണ്ടിയിൽ കയറ്റി അപ്പോൾ നമ്മൾ നേരെ ധ്യാനൂസിനെ കൂട്ടാനായിട്ട് സ്കൂളെത്തി കേട്ടോ. സ്കൂളിൽ നിന്ന് ധ്യാനൂസിനെ നമ്മൾ പിക്ക് ചെയ്തു. നേരെ നമ്മൾ ധ്യാനൂസിനെ പിക്ക് ചെയ്തിട്ട് നേരെ വന്ന് പച്ചക്കറി കടല കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വേണേനും. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന പച്ചക്കറി കട കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് സാധനമായിരിക്കും. ഞാൻ ഡെയിലി നമ്മളിവിടെ നിന്ന് വാങ്ങുന്ന സമയത്ത് ഫുൾ ഫ്രഷ് സാധനം മാത്രം കേട്ടോ നമുക്ക് ഈ ഒരു കടയിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പച്ചക്കറി നിത്യം വാങ്ങുന്ന സമയത്ത് അവന് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് നേരെ ബേക്കറി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ തൊട്ടടുത്തുള്ള ബേക്കറി കടയിൽ വന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കണ്ണെന്ന് വെച്ചാൽ ചോക്ലേറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് എന്തായാലും വാങ്ങിത്തരില്ല, അവന് വിശക്കുന്നതല്ലേ പറഞ്ഞത്. വിശക്കുന്ന സാധനം എന്താണ് വേണ്ട അത് വാങ്ങുന്നതന്നെ. അപ്പോൾ അതവന് വേണ്ട, ഇതാ വേണ്ടെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത്. ഇതാ വേണ്ടെന്ന് എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു അത് വാങ്ങിത്തരില്ല മോനെ, അത് വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നെ ഇങ്ങനെ നോക്കി. പിന്നെ ഞാൻ അവന് വെള്ളം വേണമെന്ന് പറഞ്ഞു, ടിലോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ടിലോ വാങ്ങിക്കൊടുക്കൂലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ എന്താക്കിയേ, അവിടെ നിന്ന് സാധനം കുട്ടി വരുമ്പോൾ ജിത്തി പറഞ്ഞാൽ എനിക്കൊരു പാൻറ് എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്ന ഒരു കടയാണ് ഇത്. ഈ കട എന്ന് വെച്ചാൽ അധികം വലിയ കട എന്നല്ല, നമ്മളെ പരിചയത്തിലൊരു ചേച്ചീൻ്റെ കട കേട്ടോ. നമുക്ക് റേറ്റ് കുറച്ചല്ല കിട്ടുന്ന നമ്മളെ ഇതാട്ടോ ജിത്തി എടുത്ത പാൻറ്. റേറ്റൊക്കെ കുറവാണ് ഇവിടെ.
റേറ്റ് കുറവെന്ന് പറഞ്ഞാണ്ട് ചെറിയ കടയായതുകൊണ്ട് എന്താ പറയുക മോശപ്പെട്ട സാധനം നല്ല നല്ല അടിപൊളി സാധനം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ റേറ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ജിത്തിക്ക് ഈ ഒരു പാൻറ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വാങ്ങി സെലക്റ്റാക്കി. അപ്പോൾ ധ്യാനൂസിന് വിശക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിയാണ്. അവന് ഇതിന് അതിൻ്റെ ഇവിടെ കുതിർന്ന് നല്ല അടിച്ച് മാറുന്ന കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റ് എവിടെ എത്തിയാലും പ്രശ്നമില്ല, നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ളതില്ലേ. അങ്ങനെ അതും വാങ്ങി നമ്മൾ ധ്യാനൂസിൻ്റെ കുറച്ച് മെഡിസിൻ വാങ്ങാണ്ടേനോ. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ വന്ന്, അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമ്മൾ മെഡിസിൻ കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. നേരെ തിരിച്ച് ധ്യാനൂസിനെ കൂട്ടി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ധ്യാനൂസ് വന്നപാടെ ലോറീൻ്റെ ഡോർ അടക്കാൻ നോക്കുന്നു കേട്ടോ. വണ്ടി ബുള്ളറ്റിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി നേരെ ഡോർ അടക്കണം. വാ വാ വാ. പിന്നെ ധ്യാനൂസിന് പപ്പയും അമ്മയും കൂടി ഒരു സൂത്രം. അത് പപ്പ കൊന്തൂലേ. വാ നീ വാ, ഇങ്ങോട്ട് കാര്യം പറഞ്ഞേ, ഇങ്ങോട്ടാ ഇങ്ങോട്ട് വാ. എന്നാ അറിയാ, ധ്യാനൂസിന് പപ്പയും അമ്മയും കൂടി ഒരു സൂത്രം വാങ്ങിക്കുന്നുണ്ട്. കാണണോ? അതൊരു സൂത്രം, സർപ്രൈസാ. കാണാം. എന്നാ വാ നടന്നോ. ഞങ്ങള് ധ്യാനൂസിന് സർപ്രൈസ് ആയിട്ടൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അത് കാണിക്കാൻ പോതാണ്. ധ്യാനൂസിത ആവേശത്തോടെ നടക്കുകയാണ്. ഇവിടെ വെച്ച് ഞങ്ങളിതാ മേലേക്ക് പോവുകയാണ്. മേലെയാണ് സാധനം ഉള്ളത്. ധ്യാനൂസിന്റെ മുഖത്തുള്ള സന്തോഷം കണ്ട. ഇനിയിപ്പൊ എന്താന്ന് അറിയുമ്പോൾ ധ്യാനൂസിന് ഭയങ്കര സന്തോഷമായിരിക്കും. ധ്യാനൂസ് ഓടുന്നുണ്ട്. ഓടിപ്പോയിട്ടാ. എന്താന്ന് മനസ്സിലായി? എന്നാ നേരെ നിക്കുന്ന തുള്ളി കളിക്കില്ല. എന്താ നോക്ക് പോയി ഇരുന്നോക്ക്. എങ്ങനെയുണ്ട്, പഠിക്കാൻ പറ്റുമോ നോക്കി നോക്ക്. ഹൈറ്റ് ഭാഗാണോ? എഴുതാൻ പറ്റുവാ? മാറ്റണ? കസേരക്ക് എന്താ മണ്ണ് കുറവാ? ഇവരെന്ത് പൊട്ടത്തറ പറഞ്ഞേ. എനിക്ക് എഴുതാൻ പറ്റുന്ന നോക്കിയാ, ഒന്നേ പോയിരുന്നു നോക്കിയാ. റെഡിയാ? ഹൈറ്റാ? ഹൈറ്റ് പൊന്തിക്കണ? ഓന ഹൈറ്റ് പൊന്തിക്കണത്? ഹൈറ്റ് പൊന്തിക്കണം. അവൻ്റെ ഇരുന്നിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അവൻ്റെ നമ്പർ ആണോന്ന് അറിയില്ല. അവന് സ്കൂൾ വിട്ടിട്ട് താഴത്ത് നമ്മൾ ബേക്കറി എല്ലാം വാങ്ങിക്കണ്ട. ബേക്കറി തിന്നാനായിട്ട് അവൻ ഓടിപ്പോയിക്കണ്ട. അതിൻ്റെ ചിലപ്പോൾ തിരക്ക് പിടിച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല, അവൻ ഈ ബേക്കറി എല്ലാം വാങ്ങിക്കണ്ട. ആള് മറ്റേ ഉള്ളിവടയും അതുപോലെ ബേക്കറി എല്ലാം വാങ്ങിക്കും. ഇങ്ങോട്ട് വരാനും സാർ. ഇവന് ബൂസ്റ്റ് ഉണ്ട്. ഇനി അഭിപ്രായം പറയാത്ത എനിക്ക് ബൂസ്റ്റിലുണ്ടല്ലേ കണ്ടാ. ഞാൻ ബൂസ്റ്റ് വാങ്ങി. ഇതുകൊണ്ടല്ലേ നീ അഭിപ്രായം പറയാത്ത ഓടി വന്ന താഴേക്ക്. എനിക്ക് ഇരുന്ന് എഴുതാൻ സൂപ്പറാണോ അല്ലെങ്കിൽ കളത്തറാണോ? ഇവനെന്താ സംശയം എന്താന്നല്ലേ? വേണോ? ഹൈറ്റ് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാ ഓക്കെ, ഹൈറ്റ് നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടാ.